മധ്യപൂർവേഷ്യയിൽ ആശങ്കകൾ ഒഴിയുന്നില്ല. ഇറാന് നേരെ പുതിയ ആക്രമണം ആരംഭിച്ചെന്നാണ് ഇസ്രായേൽ വ്യോമസേന ഏറ്റവും ഒടുവിലായി അറിയിച്ചത്. ഇറാന്റെ മിസൈൽ ലോഞ്ചറുകൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചു എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്ന് ഖത്തർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ദുബൈയിലെ പാം ജുമേറ മേഖലയിൽ നടന്ന ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റതായി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ടെലിഫോണിൽ സംസാരിച്ചു. UN രക്ഷാസമിതി ഉടൻ യോഗം ചേരും. അതേസമയം ഇറാനിലെ മിനാബിലെ പെൺകുട്ടികളുടെ സ്കൂളിലെ ഇസ്രായേൽ ആക്രമണത്തിൽ മരണം 85ആയി. പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ജെയിംസ്, മധ്യപൂർവേഷ്യയിലെ നിലവിലെ സാഹചര്യം അത് ഏത് രീതിയിൽ വിശദീകരിക്കണമെന്നത് പറയുക അസാധ്യമാണ്. ആ രീതിയിൽ കാര്യങ്ങൾ ഒറ്റ രാത്രി കൊണ്ട്, ഒരു ദിവസം കൊണ്ട് മാറി മറിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. GCC-യിലടക്കം അത് വലിയ അലയൊലികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇറാൻ നിലപാട് മാറ്റുന്നു. ഈ സമയത്തും അമേരിക്ക ഒരു സമാധാന ശ്രമത്തിന് ശ്രമിക്കുന്നില്ല. ഇസ്രയേലും അതേ രീതിയിൽ തുടരുകയാണ്. എന്താണ്, ഏത് രീതിയിലാണ് ലോകം ഈ മധ്യപൂർവേഷ്യയിൽ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിക്കാണുന്നത്? പ്രജിൻ, കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കൈവിട്ട അവസ്ഥയിൽ തന്നെയാണ്. കാരണം അടി തിരിച്ചടി എന്നുള്ള രീതിയിൽ പോവുകയാണ്. ആദ്യം കയറി അടിച്ചത് ഇസ്രായേലും അതുപോലെ തന്നെ ഈ ഇറാന്റെ തീരത്ത് കിടക്കുന്ന വിമാനവാഹിനി യുദ്ധക്കപ്പലുകളിൽ നിന്ന് അമേരിക്കയും ചേർന്ന് സംയുക്ത ആക്രമണമാണ് നടത്തിയത്. അവിടുത്തെ സേനാ മേധാവിയെ വധിച്ചതായി അവർ അവകാശപ്പെടുന്നു. എന്ന് മാത്രമല്ല, ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ, ഒരു സ്കൂളിന് നേരെ നടത്തിയ ആക്രമണത്തിൽ മരണം 85 ആയിരിക്കുന്നു എന്ന ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി വരികയാണ്. അതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ അല്പം സമയം മുമ്പ് ടെലിഫോണിക് സംഭാഷണം നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാനിലേക്ക് പുതിയ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ നടന്ന ആക്രമണത്തിൽ 1000 പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. ഇത്തവണ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾക്കും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾക്കും നേരെയാണ് പ്രധാന ആക്രമണം നടക്കുന്നത്. ടെഹ്റാനിൽ ഒരുപാട് സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ട് വരുന്നുണ്ട്. അതേസമയം ഇസ്രായേലിലെ പല നഗരങ്ങളിലും സ്ഫോടനങ്ങൾ നടന്നതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മരണസംഖ്യ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. അപ്പം തിരിച്ചടി എന്ന നിലയിലാണ് പോയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്ന ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിനെ അപേക്ഷിച്ച് ഇത്തവണ ഈ ഏറ്റുമുട്ടൽ അവിടുത്തെ ഗൾഫ് മേഖലയിലെ അറബ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ഇറാഖ് അധിനിവേശത്തിന് ശേഷം കുവൈറ്റ് ആക്രമിക്കപ്പെട്ടിട്ടില്ല. കുവൈറ്റിലെ അമേരിക്കൻ ബേസിന് നേരെ അടിച്ചിരിക്കുന്നു. UAE, സൗദി അറേബ്യ, എല്ലാ കാലത്തും സൗദി അറേബ്യയിലേക്ക് ഹൂതികൾ മിസൈൽ അയച്ച ചരിത്രമുണ്ട്. UAE-യിലും ചിലത് വന്നു വീണു. അത് മാറ്റി നിർത്തിയാൽ UAE-യും അതുപോലെ തന്നെ സൗദി അറേബ്യയൊക്കെ വളരെ സുരക്ഷിതമായ രാജ്യങ്ങളാണ്. ഇപ്പോൾ UAE-യിലെ അബുദാബിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഇറാൻ. അതുകൂടാതെയാണ് ഇപ്പോൾ പാം ജുമേറ, വളരെ സമ്പന്നമായ 8 കിലോമീറ്റർ കടല് നികത്തി ഉണ്ടാക്കിയ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ കൃത്രിമ നഗരത്തിന് മേൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. എന്ന് വെച്ചാൽ UAE അതുപോലെ തന്നെ സൗദി അറേബ്യ, ഈ 2 രാജ്യങ്ങളും പറഞ്ഞു ഞങ്ങളുടെ മണ്ണിൽ നിന്ന് ഇറാനെ ആക്രമിക്കില്ല. ആ ഉറപ്പ് കൊടുത്തിട്ട് പോലും ഇറാൻ കയറി ആക്രമിക്കുന്നത് ഈ രാജ്യങ്ങൾക്കൊക്കെ മേൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. UAE-യിൽ നടക്കുന്നത് ഒരു വർഷം 50,000 കോടിയുടെ ബിസിനസ്സാണ്. 50,000 കോടി ഡോളർ ഇൻറ്റു 900 45 ലക്ഷം കോടിയുടെ ബിസിനസ്സൊക്കെ നടക്കുന്ന ഒരു പ്രദേശത്താണ്. അവിടെ ദുബായിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് അടച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് മലയാളികളാണ് UAE-യിലും അതുപോലെ സൗദി അറേബ്യയിലും ഉള്ളത്. അവരെയൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല, അത് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ആക്രമിക്കുന്നത് US-ന്റെ സേനാ താവളങ്ങൾക്ക് നേരെയാണെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെയാണെങ്കിലും ഈ പ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികളായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ ആശങ്കയുണ്ട്. ആ തരത്തിൽ ഇറാൻ എന്ത് ചെയ്യുമെന്നറിയില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ കൈവിട്ട കളിക്ക് തയ്യാറായി നിൽക്കുകയാണ്. ഇറാൻ ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ രീതിയിലുള്ള തന്ത്രം പയറ്റുന്നുണ്ട്. ഈ മേഖലയിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ ഈ GCC രാജ്യങ്ങളെ ആക്രമിക്കുക, അതുവഴി ഈ പറയുന്ന ഇസ്രായേലിനെയും അമേരിക്കയും ഒക്കെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രം, അത് ഒരേ സമയത്ത് ആക്രമണവുമാണ്, അതേ സമയത്ത് അത് പ്രതിരോധവുമാണ്. സ്വാഭാവികമായിട്ടും
10,000-കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഇസ്രായേലിലേക്ക് നേരിട്ട് പോയി ഒരു ആക്രമണം നടത്തുക എന്നതിന് പകരം ഏറ്റവും അടുത്തുള്ള US കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നു. സ്വാഭാവികമായിട്ടും അത് ഗൾഫ് രാജ്യങ്ങളിലാണുള്ളത്. ആ രാജ്യങ്ങളിലെ ഇത്തരം കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുമ്പോൾ ആ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ആ രാഷ്ട്രത്തലവന്മാർക്ക് സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിട്ട് വരും. ഇതൊക്കെ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി കാണുന്ന അതേ തന്ത്രമാണ്. ഇത്തവണയും അത് പയറ്റുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇപ്പോൾ ഖത്തറുമൊക്കെ ആയുള്ള അടുത്ത സൗഹൃദം അമേരിക്കയ്ക്കുണ്ട്. പക്ഷേ അപ്പോൾ പോലും അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു കാര്യവും പറയുന്നില്ല എന്നു മാത്രമല്ല, ശക്തമായി മുന്നോട്ട് പോകും. അടിയറവ് പറയുക ഇറാൻ എന്നതല്ലാതെ ഇതിനകത്ത് മറ്റൊരു പോംവഴി ഇല്ല എന്നൊക്കെ അമേരിക്ക ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാവും? അല്ല, ഈ കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. പ്രജിൻ പറഞ്ഞ പോലെ എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും ലക്ഷ്യം വെക്കുന്ന രീതിയിൽ ഇപ്പോൾ ലക്ഷ്യം വെച്ചതുപോലെ നേരത്തെ ലക്ഷ്യം വെച്ചിട്ടില്ല. ജൂണിൽ 12 ദിവസം ഇസ്രായേലും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ വന്ന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ 3 ആണവ നിലയങ്ങളിൽ ഇറാനിൽ വർഷിച്ചിരുന്നു. അതേ തുടർന്ന് അമേരിക്ക അങ്ങനെ ആക്രമണം നടത്തിയപ്പോഴാണ് അമേരിക്കയുടെ ഖത്തറിലെ എയർബേസ്, അത് കമാൻഡ് സെൻറ്റർ കൂടിയാണ്, ഗൾഫിലുള്ള മുഴുവൻ അമേരിക്കയുടെ സേനാ താവളങ്ങളുടെയും കമാൻഡ് സെൻറ്റർ ഖത്തറിലെ ദോഹയിലാണ്. അപ്പോൾ അതിനു നേരെയാണ് മിസൈൽ അയച്ചത്. അയച്ചതിൻ്റെ പിന്നാലെ തന്നെ ട്രംപ് ഇടപെടുകയും 12 ദിവസം ഏറ്റുമുട്ടൽ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഖത്തർ മാത്രമല്ല, ഖത്തറിൽ 3 സ്ഫോടനങ്ങൾ ഉണ്ടായി. പാട്രിയോട്ട് മിസൈൽ വെച്ച് അവരയച്ച മിസൈലുകൾ പലതും അമേരിക്കൻ പാട്രിയോട്ട് മിസൈലുകൾ തകർത്ത് കളഞ്ഞു. എന്നിട്ട് അവിടെ സ്ഫോടനം ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഖത്തറിന് പുറമെ കുവൈറ്റിൽ, സൗദി അറേബ്യയിൽ, ദുബായിൽ, ബഹ്റിനിൽ, സിറിയയിൽ, ഇറാഖിൽ ഇങ്ങനെ പ്രധാനപ്പെട്ട പല US സേനാ താവളങ്ങൾക്ക് നേരെ അവർ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ മിനിറ്റുകളിൽ വരുന്ന വാർത്ത, ഹൈപ്പർസോണിക് മിസൈലുകൾ അവരുടെ കയ്യിലുണ്ട്. ശബ്ദത്തേക്കാൾ വേഗത്തിൽ പോകുന്ന ഫത്തേ മിസൈലുകൾ ഇസ്രായേലിലേക്ക് പ്രയോഗിച്ചിരിക്കുന്നു. ഇസ്രായേൽ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇറാനിൽ വൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. പക്ഷേ അതിന് മറുമരുന്നായി അവർ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിരിക്കുന്നു. ഫത്തേ ഹൈപ്പർസോണിക്, കാരണം റഡാറുകൾക്കോ അയൺ ഡോമിനൊക്കെ ഒരു പക്ഷേ തടയാൻ പറ്റാത്ത വിധത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഇറാൻ പ്രയോഗിച്ചു എന്ന വാർത്തയാണ് ഈ നിമിഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം അടി തിരിച്ചടി എന്ന നിലയിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.